നമ്മളൊക്കെ അവനവൻ്റെ ശരിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് എൻ്റെ ശരിയാ, എൻ്റെ ശരി ചിലപ്പോൾ നിങ്ങളുടെ ശരിയായിരിക്കില്ല. നിങ്ങളുടെ ശരി എൻ്റെ ശരി മാച്ച് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ട് വേണ്ടാത്ത ചിന്തകൾ ചിന്തിച്ചു തുടങ്ങും. ദീനിക്കും വലിയ രീതി നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ശരി, അയാൾക്ക് അയാളുടെ വിശ്വാസം അയാളുടെ ശരി. ഈ ഒരു വേഴ്സ് എൻ്റെ ലൈഫിൽ ഞാൻ പിന്നീട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എന്താണ്? എല്ലാവർക്കും അവരുടേതായ വിശ്വാസവും ശരിയുണ്ട്. അയാളുടെ വിശ്വാസം അയാളുടെ ശരി, എൻ്റെ വിശ്വാസം എൻ്റെ ശരി. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിശ്വാസത്തെയും ശരിയെയും നമ്മൾ ഉപദ്രവിക്കാതിരുന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് സമാധാനം കിട്ടും. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ സക്സസിൻ്റെ എല്ലാ റീസണും ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം പീപ്പിൾ. കാര്യം നിങ്ങളുടെ ശരിയെ എനിക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നൊരു ബോധം, നിങ്ങളുടെ ശരിയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ള എൻ്റെ ബോധം, ഇതെന്നെ പഠിപ്പിച്ചത് ലക്കും ദീനിക്കും വലിയ ദീനാണ്. അത് കാരണം എൻ്റെ ലൈഫിൽ, എൻ്റെ വീട്ടിൽ, പേഴ്സണൽ ലൈഫിൽ, എൻ്റെ ഫാമിലി ലൈഫിൽ, എൻ്റെ റിലേഷൻഷിപ്പിൽ ഒക്കെ സമാധാനമാണ്. കാരണം എന്താ? ഇന്ന് എൻ്റെ മുന്നിൽ ആരെങ്കിലും ഒരു എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു റോങ് തോട്ട്സും വരില്ല. അത് അയാളെ ശരിയല്ലേ, അയാൾ ചെയ്യട്ടെ. ഞാൻ എൻ്റെ ശരി ചെയ്യും. ഞാൻ എൻ്റെ ശരിയിലേക്ക് അയാളെ നിർബന്ധിച്ച് കൊണ്ടുവരില്ല, പക്ഷെ എനിക്ക് അയാളെ ഇൻസ്പയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.